അല്ലാഹു സുബ്ഹാനഹു വ തആല ലിഖൗമി യഖിലൂൻ, അഖ്ല് ഉപയോഗിക്കുന്ന, ബുദ്ധി ഉപയോഗിക്കുന്ന ജനത്തിന് ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ട്, മഹനീയമായുണ്ട് എന്നാണ് തീർച്ചപ്പെടുത്തി പറയുന്നത്. ചില വചനങ്ങളിൽ ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ലആയാതിൽ ലിഉലിൽ അൽബാബ്, ലുബ്ബുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങൾ. ലുബ്ബ് ഉപകാരപ്രദമായ തലച്ചോറും ദിഷണയുമാണ്. അങ്ങനെ ഉപകാരപ്രദമായ ദിഷണയുള്ളവർക്ക് അവർ ആ ദിഷണ ഉപയോഗിക്കുന്നുവെങ്കിൽ ചിന്തയെ ദൃഷ്ടാന്തങ്ങളിൽ നട്ട് വിശകലനം നടത്തി പഠനവിധേയമാക്കി ഉപയോഗപ്പെടുത്തുന്നവർക്കാണ് ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ഇവിടെ ഈ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല ഇന്ന ലില്ലാഹി കിതാബൈൻ, കിതാബൻ മഖ്ലൂഖൻ വഹുവൽ കൗൻ വ കിതാബൻ മുനസ്സലൻ വഹുവൽ ഖുർആൻ. അള്ളാഹുവിന് രണ്ട് കിതാബുകളുണ്ട്. ഒന്ന് സൃഷ്ടിക്കപ്പെട്ട കിതാബാണ്, അതാണ് ഈ പ്രാപഞ്ചിക ലോകം. മറ്റൊന്ന് അവതീർണമായ കിതാബാണ്, അതാണ് ഖുർആൻ. അപ്പൊ സൃഷ്ടിക്കപ്പെട്ട കിതാബ് കൗൻ, പ്രപഞ്ചം. അവതരിപ്പിക്കപ്പെട്ട കിതാബ് ഖുർആൻ, വിശുദ്ധ വേദം. ഈ രണ്ട് കിതാബിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്കാണ് ആ ദൃഷ്ടാന്തങ്ങൾ? ലിഖൗമി യഖിലൂൻ, ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തീർച്ചപ്പെടുത്തി ഉണർത്തുന്നത്. ഈ വിശുദ്ധ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മനസ്സിലാക്കുവാനുള്ള ഒരു രീതി നമുക്കറിയിച്ചു തരുന്നു. അല്ലാഹു വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം എന്ന വിഷയം ആമുഖമായി പറഞ്ഞു. നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യൻ, ഏക ആരാധ്യൻ, യഥാർത്ഥ ആരാധ്യനായി അവനല്ലാതെ മറ്റാരുമേ ഇല്ല. അവൻ കരുണ നിറഞ്ഞവനും കരുണ കനിയുന്നവനുമാകുന്നു. ഈ ഒരു യാഥാർത്ഥ്യം ആമുഖമെന്നോണം പറഞ്ഞ് ആ ആരാധ്യനിലേക്കുള്ള വഴി അറിയിക്കുകയാണ് തുടർന്ന്. അതാണ് 164 വചനത്തിൽ നമ്മൾ പഠിച്ചതായ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെയും. 9 ദൃഷ്ടാന്തങ്ങളെ പൂർണ്ണമായ അളവിലല്ല, കാരണം കെമ്മിലും കൈഫിലും എണ്ണത്തിലും വണ്ണത്തിലും മഹാദൃഷ്ടാന്തങ്ങളാണ് ഇവയൊക്കെയും. നമ്മൾ അതിലൂടെ ഒരു പരക്കം പാച്ചിൽ എന്ന പോലെ ചിലതൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഏതാനും എപ്പിസോഡുകൾ നമുക്ക് ഈ വചനത്തിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളെ എണ്ണി തീർച്ചപ്പെടുത്തി ബലപ്പെടുത്തി മഹനീയമായ ദൃഷ്ടാന്തങ്ങളാണ്, എണ്ണത്തിലും വണ്ണത്തിലും ഗംഭീരമാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചുകൊണ്ട് ആർക്കാണ് ആ ദൃഷ്ടാന്തം? അത് തൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്ന ജനത്തിന് എന്ന് ഇവിടെ ഉണർത്തുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അവൻ ആരാധനക്കർഹൻ എന്ന യാഥാർത്ഥ്യം, അവൻ കരുണാമയനാണ്, കരുണ കൊടുക്കുന്നവനാണ് എന്ന വസ്തുത എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്, തെളിയിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ എണ്ണിയാണ്. ആ ദൃഷ്ടാന്തങ്ങളിൽ മനസ്സ് നട്ട് ചിന്ത ഊന്നി ബുദ്ധി കൊണ്ട് വിശകലനം നടത്തി പുറം കണ്ണിൻ്റെ ദൃഷ്ടിയിൽ തെളിഞ്ഞത് അകക്കണ്ണുകൊണ്ട് അളന്ന് പഞ്ചേന്ദ്രിയ ക്ഷമമായ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായ ദൃഷ്ടാന്തങ്ങളെ ചിന്തിച്ചും ആലോചിച്ചും ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ഒരു ശൈലിയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്.